നമസ്കാരം. എല്ലാവർക്കും സുരുചിയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, കോഫ്ത വിത്ത് വാൾനട്ട് ആൻഡ് ഫിഗ്സ്. ആദ്യം നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് സവാള ചെറുതായി മുറിച്ചത്, ഒരു കപ്പ് ടൊമാറ്റോ ചെറുതായി മുറിച്ചത്, ഒരു 15 കശുവണ്ടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, 1/3 കപ്പ് അരിപ്പൊടി, പിന്നെ 1/2 കപ്പ് വാൾനട്ട്സ്, അതും വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, 1/2 കപ്പ് ഫിഗ്, അത് ഡ്രൈഡ് ഫിഗ് ആണ്, പിന്നെ ഒരു കപ്പ് പൊട്ടാറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പച്ചമുളക് 2 കുറച്ച് ജീരകം, കുരുമുളക് പൊടി, ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ബേ ലീഫ്, ചെറിയൊരു സിനമൺ സ്റ്റിക്ക്, പിന്നെ ക്ലോവ്സ് 2, പിന്നെ കാർഡമം 2, കുറച്ച് ടേർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഈ കുതിർത്ത് വെച്ച വാൾനട്ട്സ് അത് വെള്ളം ഊറ്റിയിട്ട് അത് ചെറുതായിട്ട് മുറിക്കുക. അതുപോലെ വാൾനട്ട്സും നമുക്കെല്ലാം ചെറുതായിട്ട് മുറിച്ച് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇത് ആരോഗ്യത്തിന് വളരെ ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ്. ഫിഗും വാൾനട്ട്സും ദഹനത്തിനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിൽ കുറച്ച് അരിഞ്ഞു വെച്ച ചെറുതായി മുറിച്ച് വെച്ച വാൾനട്ട്സും ഫിഗും, പിന്നെ ജീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായി എല്ലാം കൂടെ യോജിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കുക. ഏകദേശം 1/4 ഞാൻ ചേർത്തു ആദ്യം, പിന്നെ നോക്കിയിട്ട് ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. അത് 1 കപ്പ് ഉരുളക്കിഴങ്ങാണ് ഞാൻ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചത്. എല്ലാം നന്നായിട്ട് യോജിച്ച് വലിയ കഷ്ണങ്ങൾ എങ്ങാനും ഉണ്ടെങ്കിൽ അതെല്ലാം കൈവച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇനി കുറച്ച് അരിപ്പൊടി ഇതിലിടാം. അരിപ്പൊടി ഇതിലിട്ട് കഴിയുമ്പം നല്ല ക്രിസ്പി ആയിട്ട് വരും കോഫ്താസ്. അതുമാത്രമല്ല, നമ്മളിങ്ങനെ ഉരുള ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ബൈൻഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ആ 1/3 കപ്പ് നമുക്ക് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് എല്ലാം ഉരുള ഉണ്ടാക്കാൻ പാകത്തിന് കുഴച്ച് വയ്ക്കാം. നമുക്ക് വെള്ളത്തിൻ്റെ അംശം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർക്കാം. ബാക്കിയുള്ള കുറച്ച് അരിപ്പൊടി ഞാനൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഉരുളകൾ ഉണ്ടാക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് എല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് ചെറിയ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ ഉരുളകൾ ഉണ്ടാക്കി അതൊന്ന് അരിപ്പൊടിയിൽ ഒന്നിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനിയും കൂടുതൽ മോയ്സ്ചർ, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിൽ അംശമുണ്ടെങ്കിൽ അതെല്ലാം ആ അരിപ്പൊടി വലിച്ചെടുക്കും. ഇതുപോലെ നമുക്ക് എല്ലാം ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിൽ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചു. ഇനി ഇതെല്ലാം നമുക്ക് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് വറുത്തെടുക്കണം. നമുക്കത് ഇടയ്ക്കൊന്ന് മറിച്ചിട്ടിട്ട് എല്ലാ വശവും അതിൻ്റെ
നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നത് വരെ അത് വറുത്തെടുക്കുക. എന്നിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. നമ്മുടെ കോഫ്താസ് റെഡിയായി. ഇതുപോലെ എല്ലാ ഉരുളകളും നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് പുറത്ത് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതെല്ലാം അങ്ങനെ മാറ്റി വെച്ചു. അവിടെ ബാക്കി നമ്മൾ ഫ്രൈ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. ഒരു പാനിൽ ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഇട്ടു ഞാൻ. എന്നിട്ട് ബേ ലീഫും എല്ലാ മസാലകളും നമ്മൾ എടുത്തു വെച്ചത് എല്ലാം ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ പൊടികളെല്ലാം നമ്മൾ എടുത്തു വെച്ച കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർക്കുക. പിന്നെ എല്ലാ മസാലകളും എല്ലാം നന്നായിട്ട് ഒന്ന് ഒരു വഴറ്റി വരുമ്പോഴേക്ക് എന്നിട്ട് അതിൽ സവാള നമ്മൾ മുറിച്ച് വെച്ച സവാള ആഡ് ചെയ്യുക. സവാള കുറച്ച് ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും നന്നായിട്ട് ഒരു കുറച്ച് നേരം 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി വരുന്നു കഴിയുമ്പോൾ നമുക്കിതിൽ അരിഞ്ഞു വെച്ച ടൊമാറ്റോസ് ആഡ് ചെയ്യും. ഇതിനിടയിൽ എല്ലാ കോഫ്ത ബോൾസും നമ്മൾ റെഡിയായി വറുത്തെല്ലാം കോരി മാറ്റി വെച്ചു. ഇനി സവാളയും ഓൾമോസ്റ്റ് ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനോട്ട് തക്കാളി നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയും നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് അതിൽ തന്നെ നിന്ന് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് കുറച്ചും കൂടെ ആവാനുണ്ട്. ഓൾമോസ്റ്റ് ആയി. ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് അത് വേവിക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയി. നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഇതിനാവശ്യമുള്ള ഉപ്പ്. എന്നിട്ട് ഒന്നും കൂടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തീ അണയ്ക്കാൻ തോന്നുന്നു. എല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം നല്ല വെന്ത് ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി. ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കിതൊരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. പാത്രത്തിൽ ബാക്കി കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ആ ഫിഗ് പിന്നെ കശുവണ്ടിയൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ, ആ വെള്ളം ആക്ച്വലി കളയരുത്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇതെല്ലാം ഒന്നും കൂടെ ഇട്ടിട്ട് ആ പാത്രം നന്നായിട്ട് വൃത്തിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. മിക്സിയിൽ അരച്ച് വെച്ച് കഴിഞ്ഞു. ഇനി അതേ പാത്രത്തിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ അരച്ച് വെച്ച ആ മിക്സ്ചർ അതിനകത്ത് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കശുവണ്ടിയൊക്കെ ഉള്ള കാരണം അതിങ്ങനെ നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ബാക്കി ഉണ്ടായിരുന്ന വെള്ളം അതിനകത്ത് ആ മിക്സി ജാറിൽ ഒന്ന് നന്നായിട്ട് നമുക്ക് കഴുകി ബാക്കി അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ചിങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് തിക്കായിട്ട് വരും. അതിനകത്ത് കശുവണ്ടിയൊക്കെ ചേർത്തതാണ്, അപ്പോൾ നല്ല കുഴഞ്ഞ് വരും. അത് 5 മിനിറ്റ് അത് സ്ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് നല്ല
നമുക്ക് കറക്റ്റ് തിക്നെസ്സും എല്ലാം നല്ല മണവും വരുന്നുണ്ട്. ഇനി തീ അണയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് എപ്പോഴും വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ കോഫ്ത ഇതിലിടേണ്ടത്. അല്ലെങ്കിൽ എല്ലാം കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ സോക്ക് ചെയ്ത് എല്ലാം കൂടെ അങ്ങ് മുഷിയായി പോകും നമുക്ക്. അതുകൊണ്ട് വിളമ്പാൻ പോകുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് ഇതിലിടുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ കോഫ്ത റെഡിയായി. ഇത് ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ ചൂടോടെ കഴിക്കാൻ വളരെ നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.